അങ്ങനെ വെറും 106 ദിവസം മാത്രം ചെൽസി മാനേജറായിട്ട് പ്രവർത്തിച്ച ലിയം റൊസീഞ്ഞർ ക്ലബ്ബ് വിട്ടു പോയിരിക്കുകയാണ്. എനിക്കറിയാം എൻ്റെ ഓഡിയൻസിന് ഇതൊരു സർപ്രൈസ് വീഡിയോ ആയിരിക്കും. ശരിക്കും ഇന്ന് രാത്രി റൊസീഞ്ഞറിൻ്റെ സാക്കിങ്ങിൻ്റെ ഒരു വാർത്ത വന്നപ്പോൾ ഈ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ കരുതി. നമ്മുടെ ചാനൽ നിങ്ങൾ പണ്ട് തൊട്ടേ കാണുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്രീമിയർ ലീഗിൻ്റെ വീഡിയോസ് റെഗുലറായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കോർ ഓഡിയൻസ് അത് അത്ര എൻജോയ് ചെയ്തിരുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ക്രിയേറ്റർ ആയിട്ടായിരിക്കാം ഒരുപക്ഷെ അറിയാവുന്നത്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുമുള്ള ലീഗ് പ്രീമിയർ ലീഗാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും വൈകാതെ തന്നെ ഞാൻ ഫുള്ളി ഫ്ലെഡ്ജ്ഡ് ആയിട്ട് പ്രീമിയർ ലീഗ് കണ്ടന്റും ചെയ്യാൻ തുടങ്ങും. പക്ഷേ അതിന് മുമ്പായിട്ട് ഞാനിതൊരു സാമ്പിൾ പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ബിക്കോസ് എനിക്കറിയാം ഈ ഒരു ചാനലിൽ ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ വീഡിയോസ് ചിലപ്പോൾ ഇഷ്ടമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ സീസൺ കഴിയുന്നവരെ, ഈ സീസൺ കഴിയാൻ ഇനി ഏതാനും ആഴ്ചകൾ മാത്രമേ ഉള്ളൂ, വൺസ് എ വീക്ക് അല്ലെങ്കിൽ ട്വൈസ് എ വീക്ക് ഞാൻ ഈ ചാനലിൽ എന്തെങ്കിലും പ്രീമിയർ ലീഗ് കോണ്ടന്റ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു കോണ്ടന്റിന് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടെങ്കിൽ, ആൾക്കാർ അതുമായിട്ട് എൻഗേജ് ചെയ്യുകയാണെങ്കിൽ അടുത്ത സീസൺ തൊട്ട് ഈ ചാനലിൽ തന്നെ നമ്മൾ എല്ലാ ഫുട്ബോളും കവർ ചെയ്യും. ISL ആയിക്കോട്ടെ, ചാമ്പ്യൻസ് ലീഗ് ആയിക്കോട്ടെ, പ്രീമിയർ ലീഗ് ആയിക്കോട്ടെ, എല്ലാം. പക്ഷേ ഇനി എങ്ങാനും നിങ്ങൾക്കിത് കാണാൻ ഈ ചാനലിൽ താല്പര്യമില്ലെങ്കിൽ അടുത്ത സീസണിൽ ഞാൻ വേറൊരു ചാനൽ തുടങ്ങിയിട്ട് അവിടെ പ്രീമിയർ ലീഗ് ചെയ്യും. ബിക്കോസ് പ്രീമിയർ ലീഗ് ഇല്ലാണ്ട്, ചെൽസി ഇല്ലാണ്ട് എനിക്കൊരു ജീവിതമില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ക്ലബ്ബാണ്, ഏറ്റവും കൂടുതൽ നാൾ ഫോളോ ചെയ്തിട്ടുള്ള ലീഗാണ്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ എനിക്ക് എന്തായാലും പറ്റില്ല. എന്നാൽ പിന്നെ തിരിച്ച് ചെൽസിയിലേക്ക് വരാം. ഓബ്വിയസ്ലി റൊസീനിയറിന്റെ സാക്കിങ്ങിന് ശേഷം കാലം മക്ഫാർലെയ്ൻ ഇന്ററിം കോച്ചായിട്ട് അപ്പോയിന്റഡ് ആയിട്ടുണ്ട്. എന്നാലും സമ്മറിൽ എന്തായാലും ബ്ലൂക്കോ ഒരു പുതിയ പെർമനന്റ് മാനേജറിനെ കൊണ്ടുവരും. ഇതിനെല്ലാം കാരണം ശരിക്കും ഇവന്മാർ തന്നെയാണ്. ഈ ഒരു ഓണർഷിപ്പിന്റെ കീഴിൽ എന്തൊക്കെ ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. ശരിക്കും അതിനെക്കുറിച്ചൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യേണ്ടി വരും. അമ്മാതിരി സംഭവ വികാസങ്ങളാണ് ബ്ലൂക്കോയിൻ്റെ കീഴിൽ ചെൽസിയിൽ ശരിക്കും സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും അതിനെക്കുറിച്ച് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അത് പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാം. എന്തായാലും നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. ലിയം റൊസീനിയറിന് റിപ്ലേസ്മെൻ്റ് ആയിട്ട് ചെൽസിയിൽ ഇനി ആര്? എത്ര കോച്ചുമാരിപ്പോൾ വന്നുപോയി. ഈ ഓണർഷിപ്പിൻ്റെ കീഴിൽ തന്നെ എത്ര കോച്ചസായി. ആൻഡ് ചെൽസിക്ക് ഓബ്വിയസ്ലി ഒരു ഹിസ്റ്ററി ഉണ്ട്, ഒരുപാട് കോച്ചുകളെ ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ. ഇനി ഞാൻ പറയാൻ പോകുന്ന 5 പേരാണ് എൻ്റെ ടോപ്പ് 5 റിപ്ലേസ്മെന്റ്സ് ഫോർ ലിയം റൊസീനിയർ അറ്റ് ചെൽസി ഫുട്ബോൾ ക്ലബ്. അപ്പൊ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോകുന്ന 5 മാനേജർമാരിൽ 2 പേര് മുൻ ചെൽസി താരങ്ങളാണ്. പക്ഷെ അത് ഫ്രാങ്ക് ലാംപാർഡോ, ജോൺ ടെറിയോ അല്ല. 5ാമത്തെ ചോയ്സ് ഫിലിപ്പെ ലൂയിസ്. ഈ ലിസ്റ്റിൽ ഒരുപക്ഷെ നിങ്ങൾ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ആവാൻ പോകുന്നത് ഈ ഒരു മാനേജറിനെ കണ്ടിട്ടായിരിക്കാം. പക്ഷേ ആക്ച്വലി ചെൽസി ജാനുവരിയിൽ എൻസോ മറസ്കേനെ റിപ്ലേസ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ലിയം റൊസീനിയറിന്റെ ഒപ്പം തന്നെ ആ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഫിലിപ്പെ ലൂയിസും ഉണ്ടായിരുന്നു. സോ ബേസിക്കലി ഈ ഒരു ഓപ്ഷൻ ഇതിനു മുമ്പും, അതായത് ഏതാനും മാസങ്ങൾക്ക് മുമ്പും ബ്ലൂക്കോ കൺസിഡർ ചെയ്തിരുന്ന ഒരു കോച്ചാണ്. പിന്നെ ഇവിടെ കളിച്ചൊരു പ്ലെയർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫാൻസുമായിട്ടൊരു കണക്ഷൻ ബിൽഡ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ലിയം റൊസീനിയറിന് പറ്റാണ്ടിരുന്ന കുറെ കാര്യങ്ങളിൽ ഒരു മേജർ സംഭവം അത് തന്നെയായിരുന്നു. ഒരിക്കലും ചെൽസിയിലും ചെൽസി ഫാൻസിന്റെ ഇടയിലും ബിലോങ് ചെയ്യുന്ന ഒരാളാണെന്ന് നമുക്ക് ആർക്കും ആ ഒരു ഫീലിംഗ് കിട്ടിയിരുന്നില്ല. ആ ഒരു കണ്ടീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ലൂയിസ് തീർച്ചയായിട്ടും ഇവിടെ ഒരു പെർഫെക്റ്റ് ഫിറ്റ് തന്നെയാണ്. ഫിലിപ്പെ ലൂയിസ് ഫ്ലമംഗോയിൽ കോച്ചായിട്ട് 2 വർഷത്തിൽ 7 ട്രോഫികളാണ് ജയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ നവംബറിൽ അവർ കോപ്പ ലിബർട്ടഡോറസ് ഫൈനലിൽ ശക്തരായ പൽമേറാസിനെ തോപ്പിച്ച് സൗത്ത് അമേരിക്കൻ ചാമ്പ്യന്മാരായി. പിന്നെ ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് ഫൈനൽ അവർ തോറ്റെങ്കിലും PSG ആ മത്സരത്തിൽ പെനൽറ്റി ഷൂട്ടൌട്ട് വരെ ലൂയിസിന്റെ ടീം പുഷ് ചെയ്തു. എന്നാൽ ഈ സീസൺ ഫ്ലമംഗോയിന്റെ തുടക്കം അത്ര സാറ്റിസ്ഫാക്ടറി ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ മാർച്ചിൽ ഒരു മത്സരം 11-0 എന്ന അഗ്രിഗേറ്റ് സ്കോറിൽ ജയിച്ചിട്ടും ഫിലിപ്പെ ലൂയിസ് ക്ലബ്ബ് വിടാൻ തീരുമാനിച്ചു. തീർച്ചയായിട്ടും ലൂയിസ് ഇവിടെ ഒരു കാൻഡിഡേറ്റ് തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ലിമിറ്റഡ് എക്സ്പീരിയൻസ് തന്നെയാണ് ഏറ്റവും വലിയ കൺസേൺ. ഇതിനു മുമ്പ് ഒരിക്കലും ബ്രസീലിന്റെ പുറത്ത് കോച്ച് ചെയ്യാത്ത ഈ മുൻ ചെൽസി താരം സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലേക്ക് വന്ന് ഇത്രയും അണ്ടർ പെർഫോം ചെയ്യുന്ന ഒരു ചെൽസി ടീമിനെ പെട്ടെന്ന് ഇംപ്രൂവ് ചെയ്യുമോ എന്നുള്ളതിൽ വലിയൊരു ചോദ്യചിഹ്നമുണ്ട്. അതുകൊണ്ടാണ് ലൂയിസിനെ നമ്മൾ 5ാം സ്ഥാനത്ത് റാങ്ക് ചെയ്തിരിക്കുന്നത്. 4ാമത്തെ ഓപ്ഷൻ ഹൂലിയൻ നാഗൽസ്മാൻ. ജർമ്മനിയുടെ ഹെഡ് കോച്ചായ നാഗൽസ്മാൻ ഇതിനു മുമ്പും ചെൽസി ആയിട്ട് ലിങ്ക് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കോച്ചാണ്. എന്നെ പോലെ പല ചെൽസി ഫാൻസും വിശ്വസിക്കുന്നത്
തോമസ് ടൂഷൽ ഈ ക്ലബിന്റെ പടിയിറങ്ങിയ ആ ദിവസമാണ് ശരിക്കും ചെൽസിയുടെ ഡൗൺഫോളിന്റെ ആരംഭമെന്ന്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മറ്റൊരു ജർമ്മൻ കോച്ചായ നാഗൽസ്മന് ചെൽസിയുടെ തലവര മാറ്റാനാവുമോ? ആവുമായിരിക്കുമല്ലേ. നാഗൽസ്മൻ ഹോഫൻഹൈമിൽ എത്തുമ്പോൾ അവർ ബുണ്ടസ് ലീഗയിൽ റെലഗേഷനെതിരെ ബാറ്റിൽ ചെയ്യുന്ന ഒരു ടീമായിരുന്നു. ആ സീസൺ അവർ സർവൈവ് ചെയ്യുകയും ചെയ്തു. അതിന്റെ അടുത്ത സീസൺ ആക്ച്വലി ഹോഫൻഹൈം ചാമ്പ്യൻസ് ലീഗിന് വേണ്ടി ക്വാളിഫൈ ചെയ്തു. അങ്ങനെ 31-ാം വയസ്സിൽ ചാമ്പ്യൻസ് ലീഗിൽ കോച്ച് ചെയ്യുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പരിശീലകനായി നാഗൽസ്മൻ മാറി. പിന്നീട് ലൈപ്സിഗിനെ അദ്ദേഹം ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിൽ എത്തിച്ചു. അതിനുശേഷമാണ് ഹാൻസി ഫ്ലിക്കിന്റെ റിപ്ലേസ്മെന്റ് ആയിട്ട് ബയേണിൽ എത്തുന്നത്. ബയേണിൽ പ്രതീക്ഷക്കൊത്ത് ഉയരാനായില്ലെങ്കിലും തീർച്ചയായിട്ടും ഒരു ടാക്ടിക്കൽ അവയർനെസ് ഉള്ള തോമസ് ടൂഷലും യർഗൻ ക്ലോപ്പും ഒക്കെ കളിക്കുന്ന ഒരു ഹൈ ഇന്റൻസിറ്റി ഹൈ പ്രസിംഗ് ഫുട്ബോൾ ടീമിനെ കൊണ്ട് കളിപ്പിക്കാൻ കഴിവുള്ള ഒരു കോച്ചാണ് നാഗൽസ്മാൻ. ഇവിടുത്തെ ഏറ്റവും വലിയ കോയിൻസിഡൻസ് എന്താണെന്ന് വെച്ചാൽ ബയേണിൽ നാഗൽസ്മാനെ റിപ്ലേസ് ചെയ്തത് തോമസ് ടൂക്കലാണ്. അതുപോലെ തന്നെ ടൂക്കലിന്റെ കീഴിൽ നാഗൽസ്മാൻ ഓക്സ്ബർഗിൽ ഒരു പ്ലെയർ ആയിട്ട് കളിച്ചിട്ടുമുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ നിലവിലെ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസിൽ ടൂക്കലിനോട് ഏറ്റവും കൂടുതൽ സാമ്യമുള്ള ഒരേ ഒരു കോച്ച് അത് നാഗൽസ്മാൻ ആണ്. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും ഈ കോച്ചിന് ഒരു നോട്ടമുണ്ട്. അവരെന്തായാലും അടുത്ത സീസൺ ചാമ്പ്യൻസ് ലീഗ് കളിക്കും. ചെൽസിയുടെ കാര്യത്തിൽ അതൊരിക്കലും നമുക്ക് പറയാനും കഴിയില്ല. ആ ഒരു സിറ്റുവേഷനിൽ ഈ കോച്ചിനെ ഈ പ്രോജക്റ്റിലേക്ക് കൺവിൻസ് ചെയ്യാനാവുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ യുണൈറ്റഡ് എങ്ങാനും നാഗൽസ്മാനെ തട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ ചെൽസി ഫാൻസ് ആരും പേടിക്കേണ്ട. അവിടെ ഓട്ടോമാറ്റിക്കലി വേറൊരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആവും. സാക്ഷാൽ ഒലിവർ ഗ്ലാസ്നർ. റൂബൻ അമോറിമിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സാക്ക് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ കൺസിഡർ ചെയ്തിരുന്ന ഒരു ടോപ്പ് റീപ്ലേസ്മെന്റ് ഓപ്ഷനാണ് ഈ ഒലിവർ ഗ്ലാസ്നർ. പക്ഷെ പിന്നീട് കാരിക്ക് ആ റോളിലേക്ക് വന്നു, റിസൾട്ടുകൾ മാറി. അങ്ങനെ ആ ഒരു ഇൻട്രസ്റ്റ് പതുക്കെ പതുക്കെ തണുക്കാൻ തുടങ്ങി. പക്ഷെ എന്നിരുന്നാലും ഗ്ലാസ്നർ ഓൾറെഡി കൺഫേം ചെയ്തിട്ടുണ്ട് ഈ സമ്മറിൽ താൻ 100% ക്രിസ്റ്റൽ പാലസ് എന്തായാലും വിടുവെന്ന്. നമുക്കറിയാം ക്രിസ്റ്റൽ പാലസിനെ ഒരു ചരിത്ര FA കപ്പ് നേട്ടത്തിലേക്കും കമ്മ്യൂണിറ്റി ഷീൽഡ് ജയത്തിലേക്കും നയിച്ചൊരു കോച്ചാണ്. വളരെ മിനിമം റിസോഴ്സ് കൊണ്ട് ആ ടീമിനെ വളരെ ഡേഞ്ചറസ് ആക്കിയ ഒരു കോച്ചാണ് ഗ്ലാസ്നർ. ഗ്ലാസ്നർ ചെൽസിയുടെ കോച്ച് ആവുകയാണെങ്കിൽ ഡിഫൻസിൽ ഒരു സോളിഡ് ഓർഗനൈസേഷൻ വരും. അതുപോലെ തന്നെ ഒരു ടാക്ടിക്കൽ ഡിസിപ്ലിനും ഈ ടീമിനുണ്ടാവും. ഈ രണ്ട് കാര്യങ്ങൾ കുറച്ച് നാളായിട്ട് ചെൽസിയിൽ ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫുൾ ടൈം ജോബിന് ഗ്ലാസ്നർ എന്തായാലും ഒരു ലീഡിംഗ് കാൻഡിഡേറ്റ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ഫിലിപ്പെ ലൂയിസിനും നാഗൽസ്മാനും ഇല്ലാത്ത പ്രീമിയർ ലീഗിലെ പ്രൂവൺ ട്രാക്ക് റെക്കോർഡ് ഗ്ലാസ്നറിന് ആക്ച്വലി ഒരു അഡ്വാൻറ്റേജ് കൂടിയാണ്. ഇനി ഈ ലിസ്റ്റിലെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്, അതുപോലെ തന്നെ നടക്കാൻ ഏറ്റവും സാധ്യത കുറവുള്ള അപ്പോയിന്റ്മെന്റ്, ഫാബ്രിഗാസ് കോമോയിൽ ഒരു റെവല്യൂഷൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ യൂറോപ്പിലെ ടോപ്പ് യങ് കോച്ചസിന്റെ ലിസ്റ്റ് എടുത്താൽ അതിന്റെ മുകളിൽ തന്നെ ആയിരിക്കും ഫാബ്രിഗാസിന്റെ ആ ഒരു സ്ഥാനം. 2017 ബാങ്ക്രപ്റ്റ് ആയ കോമോ 2021 വരെ ഇറ്റലിയിലെ ഒരു തേർഡ് ഡിവിഷൻ ക്ലബ്ബായിരുന്നു. 2022 അവർ സെക്കൻഡ് ടയറിലേക്ക് പ്രൊമോഷൻ നേടിയതിനു ശേഷം ഫാബ്രിഗാസിനെ പ്ലെയർ ആയിട്ട് സൈൻ ചെയ്തു. അവിടെ ഒരു വർഷം കളിച്ചതിന് ശേഷം പുള്ളി റിട്ടയർ ചെയ്തു. റിട്ടയർമെന്റിന് ശേഷം കോമോയുടെ തന്നെ യു ടീമിൽ ഒരു കോച്ചായിട്ട് ജോയിൻ ചെയ്തു, കോച്ചിങ് ലൈസൻസ് എടുത്തു. ഇവൻച്വലി അവർ 2024 സെറിയയിലേക്ക് പ്രൊമോട്ട് ആയപ്പോൾ ആ ടീമിന്റെ അസിസ്റ്റന്റ് കോച്ചായിരുന്നു. പിന്നീട് ആ ജോലി പെർമനന്റ്ലി ലഭിക്കുകയും ചെയ്തു. ഈ വർഷം ഫാബ്രിഗാസിന്റെ കീഴിൽ കോമോ കോപ്പ ഇറ്റാലിയ സെമി ഫൈനൽ കളിച്ചു. അതുപോലെ തന്നെ അവർ അടുത്ത കൊല്ലത്തെ ചാമ്പ്യൻസ് ലീഗിന് ക്വാളിഫൈ ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. സെറിയയിൽ നമ്മൾ അധികം കണ്ട് ശീലമില്ലാത്ത ഒരു ഫ്ലൂയിഡ് അറ്റാക്കിംഗ് ടൈപ്പ് ഫുട്ബോളാണ് കോമോ ഫാബ്രിഗാസിന്റെ കീഴിൽ കളിക്കുന്നത്. ഓബ്വിയസ്ലി വെങ്ങറിന്റെയും ഗ്വാർഡിയോളയുടെയും കീഴിൽ കളിച്ചൊരു പ്ലെയർ ആയതുകൊണ്ട് തന്നെ ഒരു ബ്യൂട്ടിഫുൾ ഫുട്ബോൾ കളിക്കാനുള്ള എംഫസിസ് ഫാബ്രിഗാസിന്റെ ടീമിന് എപ്പോഴും ഉണ്ട്. ഈ അടുത്തൊരു ഇന്റർവ്യൂവിൽ ആക്ച്വലി ഫാബ്രിഗാസ് പറഞ്ഞിരുന്നു എപ്പോഴെങ്കിലും ഒരു ചെൽസി അല്ലെങ്കിൽ ആസ്നൽ മാനേജർ ആവുന്നത് അദ്ദേഹം സ്വപ്നം കാണുന്നുണ്ടെന്ന്. ഈ വർഷം ആസ്നൽ കപ്പ് അടിച്ചില്ലെങ്കിൽ ആർട്ടറ്റയുടെ ജോലി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആസ്നലായിട്ട് ഫാബ്രിഗാസിന് വേണ്ടി ചെൽസിക്ക് കമ്പീറ്റ് ചെയ്യേണ്ടി വരും. അതിനൊക്കെ മുമ്പ് എങ്ങനെയെങ്കിലും ടോക്സ് ഇനീഷ്യേറ്റ് ചെയ്യുക, പറ്റുമെങ്കിൽ സമ്മർ ആവുന്നതിന് മുമ്പ് തന്നെ ഒരു ഡീല് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ഇപ്പോൾ ചെൽസി ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. കോമോ ഓബ്വിയസ്ലി ചാമ്പ്യൻസ് ലീഗിന് ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ അതൊരു എക്സൈറ്റിംഗ് പ്രോജക്റ്റ് ആണ്. ബ്ലൂക്കോന്റെ കീഴിൽ ചെൽസിക്ക് പഴയ റോമന്റെ കീഴിലുള്ള പുള്ളിംഗ് പവർ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെ ഫാബ്രിഗാസിനെ കൺവിൻസ് ചെയ്യും എന്നുള്ളത് ഇപ്പോഴും വലിയൊരു ഡൗട്ടാണ്. ആൻഡ് ഫൈനലി നമ്പർ 1, ഇപ്പോൾ എനിക്ക് പ്രീമിയർ ലീഗിൽ ഏറ്റവും ഇഷ്ടമുള്ള കോച്ച് ആന്റണി ഇറയോള. ബോൺമത്ത് ഓൾറെഡി കൺഫേം ചെയ്ത് കഴിഞ്ഞു ഈ സീസണിന്റെ ഒടുവിൽ ഇറയോള ക്ലബ്ബ് വിടുമെന്ന്. അതുപോലെ തന്നെ അവർ ഇറയോളയുടെ റീപ്ലേസ്മെന്റ് ആയിട്ട് മാർക്കോ റോസിനെയും അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. റൊസീനിയറിന്റെ സാക്കിങ്ങിന് ശേഷം ശരിക്കും ചെൽസിക്ക് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്.
പെട്ടെന്ന് ആക്ട് ചെയ്തില്ലെങ്കിൽ ഇറയോളനെ എന്തായാലും യൂറോപ്പിലെ ഏതെങ്കിലും വമ്പൻ ക്ലബ്ബ് കൊണ്ടുപോകും. ഒരുപാട് മെയിൻ പ്ലേയേഴ്സ് വിട്ടുപോയിട്ടും ബോൺമത്തിനെ പ്രീമിയർ ലീഗിലെ ഏതൊരു ടീമിനെ തോൽപ്പിക്കാൻ കഴിവുള്ളൊരു ടീമായിട്ട് ഇറയോള ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അവർ കളിക്കുന്ന സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ ആണെങ്കിൽ ഏതൊരു ആരാധകനെയും ത്രില്ലടിപ്പിക്കുകയും ചെയ്യും. നിലവിലെ പ്രീമിയർ ലീഗ് ടേബിളിൽ ചെൽസിയേക്കാൾ മുകളിലാണ് ബോൺമത്ത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇറയോളയുടെ ക്വാളിറ്റി ചെൽസിക്ക് ഒരു മുതൽക്കൂട്ടാവും. എൻ്റെ മനസ്സ് ഇപ്പോഴും പറയുന്നത് ഇറയോള അടുത്ത സീസൺ ഏതെങ്കിലും ഒരു പ്രീമിയർ ലീഗ് ടോപ്പ് 6 ക്ലബിന്റെ മാനേജർ ആയിരിക്കുമെന്നാണ്. അത് ചെൽസിയിലാവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. സോ ഇതാണ് ഗൈസ് ലിയം റൊസീനിയറിന് പറ്റിയ 5 ബെസ്റ്റ് റീപ്ലേസ്മെന്റ്സ്. തീർച്ചയായിട്ടും ഈ ഒരു അപ്പോയിന്റ്മെന്റുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ ബ്ലൂ കോയിനെ കുറിച്ചും അവരുടെ ഈ ഓണർഷിപ്പിനെ കുറിച്ചും നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം കമന്റ്സിൽ എന്നോട് പറയുക. കൂടുതൽ പ്രീമിയർ ലീഗ് യൂറോപ്യൻ ഫുട്ബോൾ കണ്ടന്റ് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.